പശ്ചിമേഷ്യയിൽ ആഗോള ശക്തികളും പ്രാദേശിക ശക്തികളും തമ്മിലുള്ള അസ്വസ്ഥതകൾ മുമ്പെങ്ങുമില്ലാത്ത വിധം കലുഷിതമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നയതന്ത്ര ബന്ധങ്ങൾ തകരുകയും സൈനിക ഏറ്റുമുട്ടലുകൾ പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് മേഖലയിലെ സാധാരണ ജനങ്ങളാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ളതും പരോക്ഷവുമായ പോരാട്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചതോടെ ഗൾഫ് നാടുകളിലെ തന്ത്രപ്രധാനമായ നിർണായക ആസ്തികളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലും അയൽ രാജ്യമായ ബഹ്റൈനിലുമുണ്ടായ ഞെട്ടിക്കുന്ന ആക്രമണങ്ങൾ. കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾക്കും ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾക്കും നേരെ നിരന്തരമായി ഉണ്ടാകുന്ന ഈ പ്രഹരങ്ങൾ മേഖലയെ കടുത്ത മാനുഷികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. മരുഭൂമിയിലെ നിത്യജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ രണ്ട് കാര്യങ്ങളാണ് തടസ്സമില്ലാത്ത വൈദ്യുതിയും കുടിവെള്ളവും. എന്നാൽ 2 ദിവസത്തിനിടെ 2 തവണയാണ് കുവൈറ്റിലെ പ്രധാന വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് നിലയങ്ങളിലെ വൻ തീപിടുത്തം ഉണ്ടാവുകയും തന്മൂലം തന്ത്രപ്രധാനമായ ചില വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. തീയണയ്ക്കാനും തകരാറിലായ സംവിധാനങ്ങൾ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്താനും രക്ഷാപ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും രാപ്പകൽ ഭേദമന്യേ പരിശ്രമിക്കുകയാണ്. ഈ ദൗത്യത്തിനിടെ പരിക്കേറ്റ അഗ്നിശമന സേനാംഗങ്ങളെ കുവൈറ്റ് പ്രധാനമന്ത്രി നേരിട്ടെത്തി ആശുപത്രിയിൽ സന്ദർശിച്ചത് സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മന്ത്രാലയം കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് ഭരണകൂടം പൗരന്മാരോടും താമസക്കാരോടും ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ കടുത്ത ഊർജ്ജ തടസ്സം നേരിടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പുറമെ കുവൈറ്റിന്റെ വ്യോമാതിർത്തി കടന്നെത്തിയ നിരവധിയായ ഡ്രോണുകളാണ് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടത്. തലസ്ഥാന നഗരിയിലും പരിസര പ്രദേശങ്ങളിലും മുഴങ്ങിക്കേട്ട വൻ സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സേന ഡ്രോണുകളെ വിജയകരമായി തകർത്തതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് ആർമി ജനറൽ സ്റ്റാഫ് സ്ഥിരീകരിച്ചു. ഇതിനിടയിൽ കുവൈറ്റിലെ തന്ത്രപ്രധാനമായ അലി അൽ സാലേം വ്യോമസേനാ താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുകയുണ്ടായി. അമേരിക്കൻ സേനയുടെ സാന്നിധ്യമുള്ള ഈ താവളത്തിന് നേരെ നടന്ന ആക്രമണം വലിയ ആശങ്ക പരത്തിയെങ്കിലും സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ജനങ്ങൾ ഔദ്യോഗിക വിവരങ്ങളിൽ മാത്രം വിശ്വസിക്കണമെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പരത്തരുതെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. കുവൈറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ. അയൽ രാജ്യമായ ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടായത് മേഖലയിലെ മുഴുവൻ നിവാസികളെയും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങളോട് ഉടനടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ഷെൽട്ടറുകളിലേക്കും മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി. ഏതൊരു നിമിഷവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്ന ഭയത്തിൽ സദാ ജാഗ്രതയോടെ കഴിയേണ്ട അവസ്ഥയിലാണ് ബഹ്റൈനിലെ പൗരന്മാരും വലിയൊരു വിഭാഗം പ്രവാസികളും. സമാധാനപൂർണമായ ജീവിതം നയിച്ചിരുന്ന ഗൾഫ് മേഖല പെട്ടെന്നൊരു യുദ്ധകളമായി മാറുന്നതിന്റെ ദുരന്ത ചിത്രമാണ് ഈ സംഭവങ്ങൾ തുറന്നു കാട്ടുന്നത്. മേഖലയിലെ ഈ കടുത്ത തകർച്ചയ്ക്ക് പിന്നിൽ സങ്കീർണമായ ഭൗമ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. വിദേശ സൈനിക താവളങ്ങൾക്ക് അഭയം നൽകുന്നു എന്ന കാരണം പറഞ്ഞാണ് ഇറാൻ തങ്ങളുടെ അയൽ രാജ്യങ്ങളെയും അവരുടെ നിർണായക ആസ്തികളെയും ലക്ഷ്യമിടുന്നത്. എന്നാൽ സ്വയം പ്രതിരോധം എന്ന വ്യാജേന ഇറാൻ നടത്തുന്നത് അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടുത്ത കടന്നുകയറ്റമാണെന്ന് പ്രമുഖ പത്രമായ കുവൈറ്റ് ടൈംസ് അടക്കമുള്ള കുവൈറ്റ് മാധ്യമങ്ങൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. വിദേശ ഭീഷണികളിൽ നിന്ന് രാജ്യത്തിന് സംരക്ഷണം ഉറപ്പാക്കാൻ അമേരിക്കൻ സേനയുടെ സഹായം സ്വീകരിക്കുന്നത് പൂർണ്ണമായും കുവൈറ്റിന്റെ പരമാധികാര തീരുമാനമാണ്. ലോകത്തെല്ലായിടത്തും സങ്കീർണമായ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ സഹായ ഹസ്തവുമായി മുന്നിലുണ്ടായിരുന്ന രാജ്യമാണ് കുവൈറ്റ്. എന്നാൽ ഇന്ന് രാജ്യം വലിയൊരു നിലനിൽപ്പ് ഭീഷണി നേരിടുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം കുവൈറ്റിനൊപ്പം ഉറച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് മാധ്യമങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഏതൊരു യുദ്ധത്തിലും സംഘർഷത്തിലും അന്തിമമായി തകരുന്നത് സാധാരണ ജനങ്ങളുടെ സമാധാനവും അവർ കെട്ടിപ്പടുത്ത ജീവിതവുമാണ്. ശുദ്ധജല വിതരണ ശൃംഖലകളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെടുന്നത് കേവലം കെട്ടിടങ്ങൾ തകരലല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാഥമിക നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന ഈ യുദ്ധജ്വാലകൾ ഉടൻ തന്നെ നയതന്ത്ര ചർച്ചകളിലൂടെ അണച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗൾഫ് മേഖലയ്ക്കപ്പുറത്തേക്ക് ആഗോള സാമ്പത്തിക ഘടനയെ പോലും തകർത്തെറിയും. അതിനാൽ ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ലോകരാഷ്ട്രങ്ങൾ ഉടനടി ഇടപെടേണ്ട സമയം സംജാതമായിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.